നിപ ബാധ സ്ഥിരീകരിച്ച മലപ്പുറത്ത് നിയന്ത്രണം കടുപ്പിച്ച ആരോഗ്യവകുപ്പ്. ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ 7 വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടൂ. കല്യാണം, മരണം, മറ്റ് ആഘോഷങ്ങൾ എന്നിവയിലും കൂടിച്ചേരലുകളും പരമാവധി കുറയ്ക്കേണ്ടതാണ്. സാമൂഹിക അകലം പാലിക്കേണ്ടതുമാണെന്ന് നിർദ്ദേശമുണ്ട്. തിരുവാലി, മമ്പാട് പഞ്ചായത്തുകളിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച വിദ്യാർത്ഥിയുടെ 3 സഹപാഠികൾ കർണാടകത്തിൽ നിരീക്ഷണത്തിലാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് മുബഷീർ പി അക്ബറും ബംഗളൂരിൽ നിന്ന് EP നദീറയുമുണ്ട്. ആദ്യം മുബഷീറിലേക്ക്. മുബഷീർ, മലപ്പുറത്ത് എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഉള്ളത്? എന്താണിപ്പോൾ സർക്കാർ നിർദ്ദേശമായി വന്നിട്ടുള്ളത്? സ്മൃതി, നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്ന മമ്പാട് പഞ്ചായത്തിലെ 1 വാർഡും തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡ് ഉൾപ്പെടെ മൊത്തം 5 വാർഡുകളിലാണ് നിയന്ത്രണം കടുപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിനിമാ തിയേറ്റർ പോലെയുള്ള സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്നും പ്രവർത്തിക്കരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ കൂട്ടം കൂടി നിൽക്കരുതെന്നും അത്തരത്തിലുള്ള മേഖലകളിൽ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കണം. മലപ്പുറം ജില്ലയിൽ പൊതുവായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായി മാസ്ക് ഉപയോഗിക്കണമെന്നും ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. എന്തായാലും കടുത്ത നിയന്ത്രണങ്ങൾക്ക് തന്നെയാണ് നിപ്പയുമായി ബന്ധപ്പെട്ട് ജില്ല കടക്കുന്നത്. ഇപ്പോൾ നിപ്പയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നത് രോഗലക്ഷണങ്ങളുള്ള 10 പേരുടെ സാമ്പിളുകൾ ശേഖരിച്ചു എന്നുള്ളതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് സാമ്പിളുകൾ എടുത്തിട്ടുള്ളത്. ഇത് കോഴിക്കോട് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുമെന്നുള്ളതാണ് മലപ്പുറം ജില്ലാ മെഡിക്കൽ സംഘം നമ്മളോട് വ്യക്തമാക്കുന്നത്. മരിച്ച യുവാവിൻ്റെ കോൺടാക്ട് ലിസ്റ്റ് തയ്യാറാക്കൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഇതുവരെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്നും കാലിന് പരിക്ക് സംഭവിച്ച് പിന്നീട് വീട്ടിലെത്തി പനി മൂർച്ഛിച്ചായിരുന്നു 4ഓളം സ്വകാര്യ ആശുപത്രിയിൽ യുവാവ് ചികിത്സ തേടിയിരുന്നത്. ഈ ഒരു സമയത്ത് നിരവധി ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ റൂട്ട് മാപ്പ് തയ്യാറാക്കി വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ ശേഷം എവിടെയെല്ലാം പോയി എന്ന വിവരവും നിലവിലെ സാഹചര്യത്തിൽ ശേഖരിച്ചു വരികയാണ്. തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിക്കണമെന്നൊരു നിർദ്ദേശം കർശനമായി ഇന്ന് വീണ്ടും ഉന്നയിക്കപ്പെടുന്നുണ്ട്. കൂടാതെ ആ മേഖലയിലേക്ക് അനാവശ്യമായിട്ടുള്ള കൂടിച്ചേരലുകളൊന്നും പാടില്ല എന്നും നബിദിനാഘോഷം പോലെയുള്ള പരിപാടികൾ മാറ്റിവെക്കണമെന്നൊരു അഭ്യർത്ഥനയും ജില്ലാ കളക്ടർ ഉന്നയിച്ചിരുന്നു. മലപ്പുറം ജില്ലയിൽ പൊതുവെ നിലനിൽക്കുന്ന നിയന്ത്രണങ്ങളെന്ന് പറയുന്നത് പനി മുതലായ മറ്റു രോഗലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് സ്വയം ചികിത്സിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ട്. ഒരു രജിസ്ട്രേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടണമെന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിക്കുന്നത്. പക്ഷികൾ, വവ്വാലുകൾ, മറ്റു ജീവികൾ അവയൊക്കെ തന്നെ കടിച്ചതോ ഫലവൃക്ഷങ്ങളിൽ നിന്നും താഴെ വീണ് കിടക്കുന്നതോ ആയ പഴങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല എന്നൊരു പ്രധാനപ്പെട്ട നിർദ്ദേശവും പറയുന്നുണ്ട്. 2 മാസം മുൻപ് നമുക്കറിയാം മലപ്പുറം ചെമ്പ്രശ്ശേരി ഭാഗത്ത് 14 വയസ്സുകാരൻ നിപ്പ ബാധിച്ച് മരിച്ചിരുന്നു. ആ ഒരു മേഖലയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്ന നടുവത്ത് എന്ന് പറയുന്ന മേഖല. അതുകൊണ്ട് തന്നെ അന്ന് നിപ്പയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയ സമയത്ത് അതിൻ്റെ ഉറവിടം ഇത്തരത്തിൽ വവ്വാൽ ഉൾപ്പെടെ കടിച്ച പഴം ഈ ഒരു കുഞ്ഞ് കഴിച്ചത് കൊണ്ടാണെന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു നിർദ്ദേശമായി ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വവ്വാലുകളൊന്നും കടിച്ച പഴങ്ങളൊക്കെ തന്നെ കുഞ്ഞുങ്ങൾ എടുത്ത് കഴിക്കുന്നത് ശ്രദ്ധിക്കണം, അത് ആളുകൾ ശ്രദ്ധിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. പനി, ഛർദി, മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന പക്ഷം രജിസ്ട്രേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടി അത് നിപ്പ കൺട്രോൾ റൂമിൽ അറിയിക്കണമെന്ന ഒരു കാര്യവും പറഞ്ഞു വെക്കുന്നുണ്ട്. കല്യാണം, മരണം, മറ്റ് ആഘോഷങ്ങൾ എന്നിവയിലും കൂടിച്ചേരലുകൾ പരമാവധി കുറക്കണം. സാമൂഹ്യ അകലം പാലിക്കേണ്ടതാണെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 151 ആളുകളാണ് യുവാവുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 2 പേരെയാണ് രോഗലക്ഷണങ്ങളോടുകൂടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇവരുടെ സ്രവം പരിശോധിക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി അതിന്റെ പരിശോധനാ ഫലവും പുറത്തു വരുമെന്നുള്ളതാണ്. ജാഗ്രതയോടെ മലപ്പുറം നീങ്ങുകയാണ്. അതേസമയം മരിച്ച വിദ്യാർത്ഥിയുടെ 3 സഹപാഠികൾ കർണാടകത്തിൽ നിരീക്ഷണത്തിലാണ്. നദീറ വിവരങ്ങൾ നൽകും. നദീറ, 3 വിദ്യാർത്ഥികൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. എന്താണ് അവിടെ നിന്ന് നമുക്ക് നൽകാവുന്ന വിവരം? സ്മൃതി, കേരളത്തിൽ നിന്ന് ആരോഗ്യവകുപ്പ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്യാർത്ഥിയുടെ സമ്പർക്ക പട്ടികയിൽ വന്ന 3 പേരെ ആരോഗ്യവകുപ്പ് ഇപ്പോൾ സമ്പർക്കരഹിത നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി മരണപ്പെട്ടപ്പോൾ അവിടെ മലപ്പുറത്ത് സന്ദർശിച്ച ആളുകളാണ്, ഇവിടെ കൂടെ പഠിച്ചവരാണ്, ഒരുമിച്ച് താമസിച്ചിരുന്നവരാണ്. ഇവർ മലപ്പുറത്ത് എത്തിയിരുന്നു. ഇവർ തിരിച്ചു വന്നതിന് ശേഷം ഇവർക്ക് രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല നിലവിൽ. എങ്കിൽ കൂടിയും കേരളത്തിൽ ഈ അതീവ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ സമ്പർക്കരഹിത നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. രാവിലെ അടിയന്തരമായി ചേർന്ന ഓൺലൈൻ മീറ്റിംഗിലൂടെയാണ് ആരോഗ്യവകുപ്പ് ഇത്തരം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് ഇവരെ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനവും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളുമൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് ഇവരെ സമ്പർക്കരഹിത നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല. എങ്കിൽ കൂടിയും ഒരു പ്രിക്കോഷൻ എന്ന നിലയിലാണ് ഇവരെ ഇപ്പോൾ സമ്പർക്കരഹിത നിരീക്ഷണത്തിൽ ആക്കിയിരിക്കുന്നത്.
ശരി, നദീറയും മലപ്പുറത്ത് നിന്ന് മുബഷീർ പി അക്ബറുമാണ് വിവരങ്ങൾ നൽകിയത്.